നമസ്കാരം. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന ഹെലികോപ്റ്ററാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അദ്ദേഹം ഇവരെ തടയാനോ ഒന്നും ചോദിക്കാനോ ഒന്നും നിന്നില്ല. അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഉദ്യോഗസ്ഥർ അവരുടെ ജോലി തുടരുകയും ചെയ്യുന്നു. രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ വാഹനം പോലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടതെങ്കിൽ, കേരളത്തിലെ 2 പ്രാദേശിക നേതാക്കളുടെ കാറ് തടഞ്ഞ് ഇതേ ഉദ്യോഗസ്ഥർ തന്നെ പരിശോധിക്കുമ്പോൾ അവർ കാണിക്കുന്ന അംഗം എന്താണ് എന്ന് ഇത് കഴിയുമ്പോൾ കണ്ടറിയുക. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട. വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടല്ല. ആ പണി എടുക്കണമെങ്കിൽ CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരില്ല. ഞങ്ങളവിടെ സൂചിപ്പിക്കേണ്ടി വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നുണ്ട്. നമ്മളെന്തിനാ തടസ്സപ്പെടുന്നത്? നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെയൊക്കെ മാന്യത കാണിക്കും. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം എൻ്റെ വണ്ടി പരിശോധിക്കട്ടെ, എല്ലാ ദിവസവും പരിശോധിക്കും. എൻ്റെ ഒരു ദിവസം 4 പ്രാവശ്യം എൻ്റെ വണ്ടി പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇതിലെ നടക്കുന്ന BJPയുടെ ഒരു പ്രവർത്തകനാണ്. BJPയുടെ ഇവിടുത്തെ സംഘടനാ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വണ്ടി പരിശോധിക്കുന്നതിൽ ഞാനെന്തിനാ അസ്വസ്ഥത കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കാം. പിന്നെ വരുന്ന നേതാക്കന്മാരെ എന്നെ ഈ കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ ആരും അപമാനിച്ചിട്ടില്ല. ഈ രാഹുലും ഷാഫിയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് വല്ല കോമഡി സീനിലും പോയി അഭിനയിക്കുന്നതാണ് നല്ലത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കാറും ഇതിൻ്റെ അതിർത്തിയിൽ വെച്ച് പരിശോധിച്ചു. അത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിനെ പ്രവർത്തനത്തെ സുതാര്യമാക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഏജൻസിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ അധികാരമാണ്. അതിൻ്റെ ഭാഗമായി ഈ യുവ നേതാക്കളുടെ വാഹനം പരിശോധിച്ചപ്പോൾ അവർ പെട്ടി പുറത്ത് വലിച്ചെറിഞ്ഞ് അവർ നാടകം കളിക്കുകയായിരുന്നു. വളരെ പരിഹാസ്യമാണ് ഈ പ്രവർത്തനം. അതുകൊണ്ട് യുവ നേതാക്കളെ, നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് വല്ല സിനിമയിലും അഭിനയിക്കാൻ പോകുന്നത് നല്ലത്. ഇത് നാടകമാണ്, പരിഹാസ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.